പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, തിരുവചനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെ പ്രധാനപ്പെട്ടതും പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതുമായൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഇപ്രകാരം നമ്മളോട് പറയുന്നുണ്ട്: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വെട്ടി ഒരുക്കലുകളെക്കുറിച്ച് കാണുമ്പോൾ, സഹനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇന്നത്തെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയാത്തൊരു മനോഭാവം തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. അതായത് സഹനമെന്ന് പറയുന്നത് ശാപമാണെന്നും, സഹനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കോപമാണെന്നും, സഹനമെന്ന് പറയുന്നത് ദൈവം അറിയാതെ, ദൈവം നമ്മളെ സ്നേഹിക്കാത്തതിൻ്റെ അടയാളങ്ങളാണെന്നൊക്കെയുള്ള ചിന്തകൾ ഇന്ന് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ പ്രോസ്പെരിറ്റി ഗോസ്പൽ, സമൃദ്ധിയുടെ സുവിശേഷം, അത് മാത്രമാണ് ഇന്ന് ആവശ്യമുള്ളത് എന്നുള്ള ചിന്തയിൽ എവിടെ സമാധാനം കിട്ടും എന്ന് വിചാരിച്ച് നെട്ടോട്ടമോടുന്ന മനുഷ്യരുടെ മനസ്സിലുള്ളത് എന്താ പ്രിയപ്പെട്ടവരെ? സഹനമെന്ന് പറയുന്നത് അത് എന്തോ വലിയ തളർച്ചയുടെയും തകർച്ചയുടെയും അവസ്ഥയാണെന്നുള്ളതാണ്. ഇങ്ങനെയൊരു ചിന്താഗതി വളരെ കാര്യമായിട്ട് പ്രബലപ്പെട്ടു വരുന്നുണ്ട്. വിശുദ്ധരുടെ ജീവിതം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം സഹനത്തെ വലിയ സന്തോഷത്തോടെ ആശ്ലേഷിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി ഇപ്രകാരം പറയുമായിരുന്നു: എൻ്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എനിക്കൊരു ആശ്വാസം ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ആർക്കാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? ഒരാശ്വാസം ഇല്ലെന്ന്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ എപ്പോഴും പറയുമായിരുന്നു, സ്വർഗത്തിലെ ഒരു നിമിഷത്തെ സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ സഹനങ്ങളും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന്. നമുക്ക് പരിചയമുള്ള അൽഫോൻസാമയുടെ ജീവിതവും അതോടൊപ്പം തന്നെ പല വിശുദ്ധരുടെയും ജീവചരിത്രങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അവിടെ ഈ വിശുദ്ധരുടെ ജീവിതത്തിൽ സഹനത്തെ അവർ കൃപയാക്കി മാറ്റാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വചനം നമ്മളെ ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവവിചാരത്തോടെ അവയെല്ലാം ക്ഷമാപൂർവം സ്വീകരിച്ചാൽ ആ സഹനങ്ങളെല്ലാം അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന്. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ അവയെല്ലാം ക്ഷമാപൂർവം സഹിച്ചാൽ എല്ലാ വേദനകളും എല്ലാ സഹനങ്ങളും അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാ സഹനം അന്യായമായി, ന്യായമായിട്ടല്ല, അങ്ങനെ വരുമ്പോൾ വേദനകൾ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ എന്ത് വേണം? ആഴമായ വിശ്വാസം വേണം. ദോഷമായിട്ടൊന്നും എൻ്റെ നാഥൻ ചെയ്യുകയില്ല, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. അതായത് മനുഷ്യർക്ക് തെറ്റുപറ്റാൻ പ്രിയപ്പെട്ടവർ, പക്ഷെ ദൈവത്തിന് തെറ്റുപറ്റുമോ? ദൈവത്തിന് തെറ്റുപറ്റാനാണെങ്കിൽ തന്നെ സ്നേഹിക്കുന്നവർക്ക്, റോമ 8:28, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് ചില കാര്യങ്ങളെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നല്ലേ പറയേണ്ടത്? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ പറയുന്നത്. അവിടുന്ന് എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പരിണമിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കണമെങ്കിൽ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സഹനവും വിശ്വാസവും വളരെ ചേർന്ന് നിൽക്കുന്ന രണ്ട് പുണ്യങ്ങളാണ്. സഹനത്തോട് ചേർന്ന്, സഹനത്തെ അതിൻ്റെ ആഴത്തിലും അതിൻ്റെ പരപ്പിലും മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ വിശ്വാസമില്ലാതെ നമുക്ക് പറ്റില്ല പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ വരുന്നതെല്ലാം, സംഭവിക്കുന്നവയല്ല. അതല്ലേ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇപ്രകാരം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക: എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിനക്കൊരു സഹനം വരുമ്പോഴേക്കും നീ വിട്ടകന്ന് പോകരുതെന്ന്. അതല്ലേ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ജോബിൻ്റെ ഹെൽത്ത് ആൻഡ് വെൽത്ത് ഹാസ് ലോസ്റ്റ്.
അതായത് ആരോഗ്യവും പോയി, സമ്പത്തും പോയി. പക്ഷേ വചനം പറയുന്നു, ജോബ് ഒരിക്കലും ദൈവത്തോട് പരാതിപ്പെടുകയോ ദൈവത്തിനെതിരായി പാപം ചെയ്യുകയോ ചെയ്തില്ല. ഓർത്ത് നോക്കിയ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സമസ്തവും അവൻ എടുത്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താ ഉള്ളത്? 1 കൊരിന്ത്യർ 4-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നില്ലേ, നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യം? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമല്ലേ, പിന്നെ എന്തിനാ ദാനമല്ല എന്ന മട്ടിൽ നീ അഹങ്കരിക്കുന്നത്? നമുക്ക് എന്താ ഉള്ളത് പ്രിയപ്പെട്ടവർ? നമുക്ക് സ്വന്തമായിട്ടെന്ന് പറയുന്നതിന് എന്താ ഉള്ളത്? ആരോഗ്യമുണ്ടോ? ആരോഗ്യം നിൻ്റെ സ്വന്തമാണെങ്കിൽ നിന്നോട് ചോദിച്ചിട്ടാണോ നിൻ്റെ ആരോഗ്യം പോകുന്നത്? പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നു, 2 കിഡ്നിയും ഫെയിലായ 14 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെയും കൊണ്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ കൊച്ചിന് വലിയ രോഗപീഠയാണ്, മാരകമായ രോഗമാണ് അച്ഛാ, ഇത് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല, ഓപ്പറേഷൻ വേണം, അച്ഛൻ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്ത് നോക്കിക്കേ, മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 14 വയസ്സല്ലേ ഉള്ളൂ, നല്ല ആരോഗ്യവതിയായ കൊച്ച്, പക്ഷേ അവളുടെ കിഡ്നി രണ്ടും തകരാറില്ല. അങ്ങനെ എത്രയോ പേര് പ്രിയപ്പെട്ടവരെ ഇന്നും ഈ വചനം കേൾക്കുന്ന നമ്മുടെയും ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, പലരുടെയും ജീവിതത്തിലുള്ള ചിന്തയല്ലേ, ഈ സഹനത്തിൽ എന്തിനാ എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ കിടന്ന കിടപ്പിൽ കിടക്കുമായിരിക്കാം, ഒരുപക്ഷെ ഒരു വേദന തീർന്നു മുമ്പ് വേറൊന്ന് വന്നതിൻ്റെ വിഷമമായിരിക്കാം, ഒരുപക്ഷെ മാരകമായ രോഗപീഠകളായിരിക്കാം, ഒരുപക്ഷെ സാമ്പത്തികമായ തകർച്ചകളായിരിക്കാം, ഒരുപക്ഷെ കുടുംബങ്ങളിൽ നിന്നുള്ള ഒറ്റപ്പെടലുകളായിരിക്കാം, അല്ലെങ്കിൽ തകർന്ന കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള വേദനകളായിരിക്കാം പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ മക്കളെക്കുറിച്ചുള്ള വേദനകൾ, ഉത്കണ്ഠകൾ, ഒരു വീടില്ലാത്തതിൻ്റെ വേദന, അല്ലെങ്കിൽ മക്കളുടെ കല്യാണവും നടക്കാത്തതിൻ്റെ കാര്യങ്ങൾ, ജീവിതത്തിൽ ഒരിടത്തും ഇതുവരെയായിട്ട് ഒന്നും എത്തിയില്ലല്ലോ എന്നുള്ള ചിന്തകൾ. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ സഹനങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സഹനങ്ങളുണ്ട്. പാറപ്പുറത്ത് പണിത വീടിൻ്റെ മേലും മണൽപ്പുറത്ത് പണിത വീടിൻ്റെ മേലും വെള്ളം പൊങ്ങിയില്ലേ പ്രിയപ്പെട്ടവരെ? കാറ്റൂതിയില്ലേ? ആ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? കാറ്റൂതി അവരുടെ മേൽ വീശിയടിച്ചില്ലേ? പക്ഷേ പാറപ്പുറത്ത് പണിത ഭവനം തകർന്നു പോയില്ല, മണൽപ്പുറത്ത് പണിത ഭവനം തകർന്നു പോവുകയും ചെയ്തു. എല്ലാവരുടെയും ജീവിതത്തിൽ സഹനമുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം, എല്ലാവരുടെയും ജീവിതത്തിൽ. അതിന് കാരണം എന്താ? യോഹന്നാൻ്റെ സുവിശേഷം 9-ാം 3-ാമത്തെ കർത്താവ് പറയുന്നുണ്ട്, ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധരുടെ ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ട്, എൻ്റെ സഹനത്തിന് ഒരർത്ഥമുണ്ട്. അതായത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്നിൽ പ്രകടമാകാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്നവയാണവ. അതുകൊണ്ടല്ലേ വചനം പറയുന്നു, ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്താ ഈ സഹനത്തിൻ്റെ അർത്ഥം? പ്രകടമാകണമെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ റിസൾട്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് ഇന്ന് പലപ്പോഴും പലർക്കും ഇല്ലാത്തത്, സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പണ്ട് നേരത്തെയൊക്കെ മാതാപിതാക്കൾ മക്കളെ സഹനത്തിൻ്റെ വഴികളിലൂടെ വളരാനായിട്ട് അനുവദിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ധ്യാനത്തിൽ ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഒരു വ്യക്തിയെ ദൈവം വളർത്താനായിട്ടും ഉയർത്താനായിട്ടും സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വിദ്യാഭ്യാസ യോഗ്യത ഒരു പ്രശ്നമല്ല. ഇവിടെ ഒരു വാസ്തവമായിരുന്നു. ഞാൻ എത്രയോ പേരെ കണ്ടിട്ടെന്നറിയാവോ? ഒരിക്കലും ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ജോലിക്ക് വേണ്ടി പലയിടത്തും പോയി, ഞാൻ കൊണ്ടുപോയി എൻ്റെ ബയോഡേറ്റ എല്ലാം കൊടുക്കും. അപ്പോൾ ബയോഡേറ്റ കൊടുക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയാമോ അച്ഛാ? യു ആർ ഓവർ ക്വാളിഫൈഡ്, നിനക്ക് ഈ ക്വാളിഫിക്കേഷൻ കൂടുതലാണ്, അതുകൊണ്ട് ജോലിയില്ലെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളെന്താ വിചാരിക്കുന്നത്? കുറേ അങ്ങ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ഇന്ന് ജോലിയില്ലാത്തവരായിട്ട് ജീവിക്കുന്നു. അതായത് കാര്യം ഇതാണ്, ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഒരു പ്രശ്നമല്ല. ഞാനിതങ്ങ് പറഞ്ഞപ്പോഴേക്കും ഒരു സഹോദരി ധ്യാന ഹോളിൽ നിന്ന് ചാടി എണീറ്റിട്ട് പറഞ്ഞു, അച്ഛാ, ഉദാഹരണം ഞാനാണ്. ഞാൻ ചോദിച്ചു, എന്താ? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അച്ഛാ, എനിക്ക് ഇവിടുത്തെ 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ, കേരളത്തിലെ 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. ഇപ്പം ഞാൻ അമേരിക്കയിൽ ഒരു ടീച്ചറാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ. ഞാൻ ചോദിച്ചപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടുന്ന് അത്രേ പഠിക്കാനായിട്ടൊക്കെ പറ്റിയുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണപ്രായമോ കല്യാണം കഴിച്ചു, അമേരിക്കയിൽ ജോലി ഉണ്ടായിരുന്ന ആളെയാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ അമേരിക്കയ്ക്ക് പോയി, അമേരിക്കയിൽ ചെന്ന് അവിടെ ചെന്ന് വേറൊരു പരീക്ഷകളൊക്കെ എഴുതി, അവിടെ ചെന്നതെല്ലാം പഠിച്ച് പാസ്സായി, ഇപ്പോൾ ഭർത്താവിനേക്കാളും കൂടുതൽ ശമ്പളമൊക്കെ ഉണ്ട് എന്ന് ആ സ്ത്രീ എന്നോട് പറയുകയുണ്ടായി.
പ്രിയപ്പെട്ടവരെ, ആ സഹോദരി എന്നോട് പറഞ്ഞ അവിടെ വെച്ച് തന്നെ ആ ധ്യാനത്തിനിടയിൽ പങ്കുവെച്ചൊരു കാര്യം ഓർക്കുകയാണ്. ആ സഹോദരി പറഞ്ഞു, അച്ഛാ, സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് ഇങ്ങനെ പോകുന്ന അവസരത്തിൽ അമ്മയും ഈ മകളും കൂടെ പറമ്പ് കൃഷിയിടങ്ങളിൽ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നത് കണ്ടിട്ട് ഹെഡ് മാസ്റ്റർ ചോദിക്കുമായിരുന്നെന്ന്, ചേട്ടത്തി, ഇവളുടെ തലമുടിയും കൂടി അല്ലേ ഇനി ചുമക്കാനായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ റെഡിഷ് കളറാണ്, ചുമന്ന കളറാകാനുള്ളൂ. വേർത്ത് ശരീരം മുഴുവൻ പൊള്ളി നല്ല ചുമന്ന കളറാകുമ്പോൾ ഈ സാറുമാർ ചോദിക്കുമായിരുന്നെന്ന്, ചേട്ടത്തി, ഇവളുടെ തലമുടിയും കൂടി അല്ലേ ഇനി ചുവന്ന കളറാകാനുള്ളൂ. അതുപോലെ കഷ്ടപ്പെടുത്തുമായിരുന്നു. അപ്പോൾ ഈ അമ്മ പറയുമായിരുന്നെന്ന്, സാറേ, ഇവളുടെ ജീവിതത്തിൽ ആരുടെയും മുമ്പിൽ തോക്കാൻ പാടില്ല, ഇവള് ജീവിതത്തിൽ പരാജയപ്പെടാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, വളരെ കഠിനമെന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? പക്ഷേ ഓർത്തു നോക്കിക്കോ, പണ്ടത്തെ മാതാപിതാക്കൾ പറഞ്ഞിരുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ, തീയിൽ കുരുത്താൽ വെയിലത്ത് വാടില്ല. തീയിൽ കുരുത്തു കഴിഞ്ഞാൽ വെയിലത്ത് വാടില്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ ആഴങ്ങളിൽ മക്കളെ വളർത്തുന്നതോടൊപ്പം തന്നെ കഠിനാധ്വാനത്തിൽ, ത്യാഗത്തിൽ ഒക്കെ വളർത്തിയെടുക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ. പണ്ട് മാതാപിതാക്കൾ പറഞ്ഞിരുന്ന വേറൊരു പഴഞ്ചൊല്ല് നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു പ്ലാവിൻ്റെ ഇലയെടുത്ത് കമഴ്ത്തി വെക്കാൻ, മലത്തി വെക്കാൻ പ്രായത്തിൽ അത് ചെയ്യിക്കണമെന്ന് പണ്ട് പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന പണികളും അതോടൊപ്പം തന്നെ അധ്വാനങ്ങളും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് തന്നെയാണ്. സഹനത്തിൻ്റെ വഴി പ്രധാനപ്പെട്ട വഴിയാണെന്ന്, ത്യാഗത്തിൻ്റെ വഴി പ്രധാനപ്പെട്ട വഴിയാണെന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന പ്രിയപ്പെട്ടവരെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം വചനം എന്താണെന്നറിയാവോ? വചനം പറയുകയാണ്, ഈശോയിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവൻ്റെ നാമത്തെ പ്രതി പീഡ സഹിക്കാനും കൂടെയുള്ള അവകാശം ലഭിച്ചിരിക്കുന്നവരാണ് നമ്മൾ. അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. മനസ്സിലാകുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഡു യു ബിലീവ് ഇൻ ജീസസ്? എല്ലാവരും പറയും ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ വിശ്വസിക്കുന്നുണ്ട്, ഭയങ്കര വിശ്വാസമാണ്, വലിയ വിശ്വാസം. പള്ളിയിൽ പോകുന്നുണ്ട്, പിന്നെ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്, അല്ലെങ്കിൽ നോയമ്പെടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു സഹനം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നുണ്ട് മലബാർ കുടിയേറ്റത്തിൻ്റെ ആദ്യ നാളുകളിൽ പറഞ്ഞു കേട്ടിരിക്കുന്നതും സംഭവിച്ചതുമായ കാര്യങ്ങൾ. ഒരു കുടുംബത്തിൽ തന്നെ 3, 4, 5, 6 പേരൊക്കെയാണ് വസൂരി പിടിച്ചൊക്കെ മരിച്ചു പോയിട്ടുള്ളത്, അറിയാവോ? അന്നും മാതാപിതാക്കൾ പരാതി കൂടാതെ അവയെല്ലാം സഹിച്ച്, പരാതിയില്ലായിരുന്നു. ജോബിനെ പോലെ ഒരു പരാതിയില്ല, പരിഭവമില്ല, സഹിച്ചു. പ്രിയപ്പെട്ടവരെ, എന്താ കാര്യം? ദോഷമായിട്ടൊന്നും എൻ്റെ നാഥൻ ചെയ്യുകയില്ല. അതൊരു വിശ്വാസമായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലേ ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായം വായിച്ചു നോക്കിക്കേ. അവിടെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ നെരിപ്പോടിൽ എരിയുന്ന ഒരു മനുഷ്യനെ വചനം പറഞ്ഞു തരുന്നുണ്ട്. വേറെ ആരുമല്ല, അബ്രാഹാം ഇങ്ങനെ ഊന്നുവടിയും പിടിച്ച് മോറിയ മലയിലേക്ക് കയറി പോവുമല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്താ? മകനോട് പറഞ്ഞു, മകനെ, നമ്മൾ ബലിയർപ്പിക്കാൻ പോവുകയാണ്. കഴുതയുണ്ട് കൂട്ടത്തിൽ, പിന്നെ വേലക്കാരൻ്റെ കൂട്ടത്തിൽ, കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട്. മകനെ കൂട്ടി പോവുക ഉറച്ച കാൽവയ്പോടെ. അതായത് കർത്താവ് അബ്രാഹത്തെ പരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഇതേ നിന്റെ ഏക മകൻ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ പോകണം, അവിടെ നീ അവനെ എനിക്കായി ബലിയർപ്പിക്കണം. ഓർക്കണം പ്രിയപ്പെട്ടവരെ, 10ഉം പലതും പിള്ളേരില്ല, ആകപ്പാടെ ഒരെണ്ണമുള്ളൂ. ആ ഒരെണ്ണത്തിനെ ബലിയർപ്പിക്കണം എന്നാണ് കർത്താവ്. അത് ഏത് കാലത്ത് കിട്ടിയതാ? വയസ്സാം കാലത്ത്. 100 വയസ്സ് 110 വയസ്സ് പ്രായം അടുത്തുള്ളപ്പോഴാണ് ഈ അബ്രാഹത്തിന് ഈ കുഞ്ഞിനെ കിട്ടുന്നത്. അങ്ങനെ ഇരിക്കവേ ആ കുഞ്ഞിനെ ബലിയർപ്പിക്കണം എന്ന് പറയുമ്പോൾ പരാതിയോ പരിഭവമോ കൂടാതെ, ഒരാവലാതിയോ വേവലാതിയോ കൂടാതെ ഉറച്ച കാൽവയ്പോടെ മോറിയ മലമുകളിലേക്ക് കയറുന്ന അബ്രാഹം, പ്രിയപ്പെട്ടവരെ, എനിക്കും നിനക്കും മാതൃകയല്ലേ? ജീവിതത്തിൻ്റെ എത്രയോ നിമിഷങ്ങളിൽ ഈ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഈ വേദന അനുഭവിക്കാൻ ദൈവം എന്നെയും നിന്നെയും വിളിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഓടി ഒളിക്കുകയും പരാതിപ്പെടുകയും ചെയ്ത എത്രയോ നിമിഷങ്ങൾ, ഇടറിപ്പോയ നിമിഷങ്ങൾ എത്രയോ ഉണ്ട് പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്കി. അതിനിടയിൽ നെഞ്ച് പിളരുന്ന ഒരു ചോദ്യം, നെഞ്ച് പിളരുന്ന ഒരു വിളി. ഇസ്ഹാക്ക് വിളിക്കുക അപ്പനെ, അപ്പാ എന്താ മകനെ? ബലിക്കുള്ള മൃഗം എവിടെ? നമ്മൾ ബലിയർപ്പിക്കാനാണല്ലോ പോകുന്നത്. ബലിക്കുള്ള മൃഗം എവിടെയപ്പാ? പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തിന് മുമ്പിലും പതറുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതാണ് വിശ്വാസം പ്രിയപ്പെട്ടവരെ. അബ്രാഹാം വിശ്വാസത്തിൻ്റെ പിതാവായതുകൊണ്ടാണ് ആ സഹനത്തെ നേരിടാനായിട്ട് കഴിഞ്ഞത്.
പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് വിശ്വാസത്തിൽ ആഴപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ്. അതായത് എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? എൻ്റെ ദൈവം ദോഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും അനുവദിക്കുകയില്ല, എല്ലാം നന്മയ്ക്കായിട്ടേ പരിണമിപ്പിക്കുകയുള്ളൂ. ദൈവമെല്ലാം അറിയുന്നു, ദൈവമെല്ലാം അനുവദിക്കുന്നു. എല്ലാം അറിയുന്നു, എല്ലാം അനുവദിക്കുന്നു. അബ്രഹാം പറഞ്ഞു, ദൈവം നമുക്ക് തരും മകനെ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്ത് നോക്കിക്കേ, മലമുകളിൽ മുൾച്ചെടികൾക്കിടയിൽ ഉടക്കിക്കിടക്കുന്ന കുഞ്ഞാടിനെ കണ്ടിട്ടല്ല അബ്രാഹാം പറയുന്നത് ദൈവം നമുക്ക് തരും മകനെ എന്ന്. അത് കാണാതെ തന്നെ പറയുക, അതാണ് വിശ്വാസം. കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഓർത്ത് നോക്കിക്കേ, മലമുകളിലേക്ക് കയറിപ്പോകുന്ന അബ്രാഹാം ആരാ? അബ്രാഹാം ഇസ്ഹാക്കിൻ്റെ മാത്രം അപ്പനാണ്. ഇറങ്ങി വരുമ്പോൾ അബ്രാഹാം ആരായി? വിശ്വാസികളുടെ മുഴുവൻ പിതാവായില്ലേ? ഓർക്കുന്നില്ലേ? അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ അനേക ജനതതിയുടെ പിതാവാക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ നീ എണ്ണിക്കൂ, ഭൂമിയിലെ മണൽത്തരികൾ നീ എണ്ണിക്കൂ. ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു, അവയേക്കാൾ കൂടുതലായി നിനക്ക് ഞാൻ സന്താനങ്ങൾ നൽകും. പ്രിയപ്പെട്ടവരെ, ഇന്നും അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവായിട്ടല്ലേ നമ്മളെല്ലാം കാണുന്നത്? ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവവിചാരത്തോടെ അവയെല്ലാം ക്ഷമാപൂർവ്വം സഹിച്ചാൽ സകല സഹനങ്ങളെയും ദൈവം അനുഗ്രഹമാക്കി മാറ്റും. പക്ഷേ ആ അനുഗ്രഹമായി മാറണമെങ്കിൽ അഗ്നി പരീക്ഷകളിലൂടെ കടന്നു പോകാൻ തയ്യാറാകണം. അതിന് ആർക്കും തയ്യാറല്ല. പ്രിയപ്പെട്ടവരെ, രണ്ട് തരത്തിലുള്ള സഹനങ്ങളുണ്ട്. ഒന്ന്, ഞാൻ വരുത്തി വയ്ക്കുന്ന സഹനം. രണ്ട്, എൻ്റെ ഒരു മനസ്സറിവില്ലാതെ കടന്നു വരുന്ന സഹനം. ഒരു ഉദാഹരണത്തിന്, ഞാനൊരു 110 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോവുക, ഞാനൊരു അപകടത്തിൽപ്പെട്ടു. അത് എൻ്റെ മാത്രം കുറ്റമാണ്, വേറെ ആരുടെയും കുറ്റമല്ല. ഇനി വേറൊരു സാഹചര്യം, ഞാൻ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു, വേറൊരു പോക്കറ്റ് റോഡിൽ കൂടെ വന്ന് എൻ്റെ വണ്ടിക്കിട്ട് കയറി ഇടിച്ച് മറിഞ്ഞ് അവൻ അപകടം പറ്റുന്നു, ഞാനും അപകടത്തിൽപ്പെടുന്നു. ഞാൻ മനസ്സാവാച അറിഞ്ഞിട്ടില്ല, പക്ഷേ അപകടം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ അപകടത്തിൽ ഏത് അപകടമാണെങ്കിലും ശരി, ആദ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സറിവ് കൂടാതെ അല്ലെ എൻ്റെ മനസ്സറിവോടുകൂടി ഒക്കെ സംഭവിച്ച സഹനമാണെങ്കിലും ആ സഹനത്തെയും നന്മയാക്കി മാറ്റാനായിട്ട് ദൈവത്തിന് സാധിക്കും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ഒരു വലിയ കാര്യമുണ്ട്. സഹനമെന്ന് പറയുന്നത് ക്രിസ്തു ശിഷ്യൻ്റെ ഒരവകാശമാണ്. അതായത് കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. ഐ ആം പ്രൗഡ്. ഞാൻ നല്ല അഭിമാനം എനിക്കുണ്ട്. വലിയ സഹനങ്ങളിൽ, ദുഃഖങ്ങളിൽ, വേദനകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, മർദ്ദനങ്ങളിൽ, കാരാഗ്രഹത്തിൽ, ലഹളകളിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ, അപമാനത്തിൽ, സൽകീർത്തിയിൽ, ദുഷ്കീർത്തിയിലെല്ലാം ഞാൻ ദൈവത്തിൻ്റെ ദാസനാണെന്ന് അഭിമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഓർത്ത് നോക്കി, ഒരുപാട് സഹനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, സമൂഹത്തിലുണ്ട്, സഭയിലുണ്ട്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഈ സഹനങ്ങൾക്കെല്ലാം ഒരു അർത്ഥമുണ്ട്. ഈ സഹനങ്ങൾക്കെല്ലാം അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ 2 തിമോത്തി 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് പൗലോസ്ലീഹായിലൂടെ പറഞ്ഞത് എന്താ? അതായത് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ? എപ്പോഴും എല്ലാവരും ധ്യാനമെല്ലാം കൂടി, പ്രാർത്ഥനകളെല്ലാം കൂടി പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാം പറയുന്നുണ്ട്, കർത്താവ് അച്ഛാ, ഞങ്ങൾക്ക് വിശുദ്ധരായിട്ട് ജീവിക്കണമെന്നുണ്ട്, ഈശോയോട് ചേർന്ന് ജീവിക്കണമെന്നുണ്ട്. പക്ഷേ വചനം പറയുന്നു, നീ ഒരു സഹനത്തിൻ്റെ വഴികളിലൂടെ കടക്കാതെ നിനക്ക് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ടാവില്ല. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ത്രൂ എ ടഫ് ടൈം ഇൻ യുവർ ലൈഫ്. നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പലപ്പോഴും ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ നമ്മുടെ മനോഭാവം എന്താ? പ്രിയപ്പെട്ടവരെ? ദൈവം സ്നേഹിക്കുന്നില്ലെന്നല്ലേ പലപ്പോഴും പലരുടെയും വിചാരം. ദൈവം സ്നേഹിക്കുന്നില്ല, അങ്ങനെ പലപ്പോഴും പലരും വിചാരിക്കുന്നത്. ദൈവം എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് സഹനം. ദൈവം ഒരു ക്രൂരനായ വ്യക്തിയാണ്. എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ വചനം നമ്മൾ വിസ്മരിക്കാൻ പാടുണ്ടോ? വചനം അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന വിധം നിങ്ങൾ പരിഭ്രമിക്കരുത്. 1 പത്രോസ് 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകാം. അതല്ലേ കർത്താവ് പറയുന്നത്? നിങ്ങളെ പരിശോധിക്കാൻ
അഗ്നിപരീക്ഷകളുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം? അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന വിധം നിങ്ങൾ പരിഭ്രമിക്കരുത്, മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ നിങ്ങൾ ആനന്ദിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇങ്ങനെ ആഹ്ലാദിക്കാനും ആനന്ദിക്കാനൊക്കെ സാധിക്കുമോ? ഒറ്റപ്പെടലിൻ്റെ വേദനകൾ എത്രയോ, മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ നിമിഷങ്ങൾ, മക്കൾ ഉപേക്ഷിച്ചു പോയ അവസ്ഥകൾ, വേദനിപ്പിക്കുന്ന എത്രയോ നൊമ്പരം നൽകുന്ന എത്രയോ അവസരങ്ങൾ പ്രിയപ്പെട്ടവരെ, തിരസ്കരണത്തിൻ്റെ, അധ്വാനത്തിൻ്റെ, തിരസ്കരണത്തിൻ്റെ, ഞെരുക്കങ്ങളുടെ എത്രയോ അനുഭവങ്ങൾ, ഒറ്റപ്പെടലിൻ്റെ വേദനകൾ. പ്രിയപ്പെട്ടവരെ, നിനക്ക് നിൻ്റെ സഹനത്തെ കർത്താവിൻ്റെ പീഡകളോട് ചേർത്ത് വയ്ക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നിനക്കതിൽ അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ലോകത്തിലെ മുഴുവൻ സഹനങ്ങളും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറ്. എന്തിനു വേണ്ടി? സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത, സ്വർഗത്തിലെ ഒരു നിമിഷത്തെ സന്തോഷം അനുഭവിക്കാൻ. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നോക്കുമ്പോൾ സഹനത്തിൻ്റെ വഴികളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വഴിയല്ലേ പ്രിയപ്പെട്ടവരെ? യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? അവിടെ 2 സഹോദരിമാർ ചേർന്നിട്ട് ഈശോയുടെ പറയാം, ഈശോയെ അങ്ങ് സ്നേഹിക്കുന്ന ലാസർ ഇതാ ഇവിടെ രോഗബാധിതനായിട്ടിരിക്കുന്നു. അതായത് അപരിചിതനൊന്നുമില്ല, അവൻ ഈശോ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിലൂടെ ദൈവപുത്രൻ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വചനം പറയുകയാണ്. അതായത് ഈ രോഗമെന്ന് പറയുന്നത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ലെന്ന് കർത്താവ് പറയുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ഈ ലാസറിനെയും സഹോദരിമാരെയൊക്കെ സ്നേഹിച്ചിരുന്നെങ്കിലും അവൻ രോഗിയാണെന്ന് അറിഞ്ഞിട്ട് 2 ദിവസം കൂടെ അവിടെ താമസിച്ചിട്ടാണ്, അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ലാസറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. നേരത്തെ തന്നെ അവൻ മരിച്ചു. പ്രിയപ്പെട്ടവർ, നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഈ സ്നേഹിതനായിട്ട് എന്തേ ദൈവം താമസിച്ചത്, മരിക്കാൻ വേണ്ടി കാത്തിരുന്നത്? ഒരു വ്യക്തിയെ മരണത്തിൽ നിന്ന്, രോഗിയായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രോഗിയായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സൗഖ്യപ്പെടുത്തുന്നതിനേക്കാൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് മരിച്ചവരിൽ നിന്ന് ഒരുവനെ ഉയർപ്പിക്കുമ്പോഴാണ്. ഇവിടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ഇടപെട്ടെന്ന് വരികയില്ല. നമ്മുടെ സമയത്തല്ല ദൈവം ഇടപെടുന്നത്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനിരിക്കുന്ന സമയത്താണ് ദൈവം ഇടപെടുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യണത്? ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. ഇന്നോളം ജീവിതത്തിൻ്റെ വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ കടന്നുപോയിട്ട് അതൊരു രക്ഷയുടെ അനുഭവമായി മാറാത്തവരായിട്ട് ലോകത്തിൽ ആരുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് നിൻ്റെ സഹനം എന്തുമായിക്കൊള്ളട്ടെ, ദർ ഈസ് എ റിഡംറ്റീവ് വാല്യൂ ഫോർ ദാറ്റ്. അതിനൊരു രക്ഷാകരമായ മൂല്യമുണ്ട്. കഠിനപാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, അനേകരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നിൻ്റെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടി അത് സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകളുണ്ടാകുമ്പോൾ, അതേത് വിധത്തിലുമായിക്കൊള്ളട്ടെ, അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന വിധം പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിൻ്റെ പീഡകളോട് ചേരുന്നതിൽ ആനന്ദം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, എല്ലാ സഹനങ്ങളെയും രക്ഷാകരമാക്കി മാറ്റാൻ കർത്താവ് കൃപ നൽകും. സഹനത്തിൻ്റെ പുത്രി അമ്മ നമുക്ക് മാതൃകയാണ്. ആ അമ്മയുടെ മാതൃകയിൽ, ആ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ചുകൊണ്ട് സഹനങ്ങളെ നേരിടാൻ, രക്ഷാകരമാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.